അപ്പോഴേ ഒരു സഡൻ ഡിസിഷനാണ്. ഇതൊരു ഫൂളിഷ് ഡിസിഷൻ ആവാതിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഞാൻ അത്യാവശ്യം മാർക്കോടുകൂടി പഠിച്ച് സ്കൂളിൽ കണ്ടുവിടല്ലേ, പഠിച്ച സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ വാങ്ങിച്ച് ടോപ്പായി പാസ്സായ ഒരു വ്യക്തിയാണ്. 8 A+, മാത്സിന് B+, ഫിസിക്സിന് A, ബാക്കി എല്ലാത്തിനും A+. പിന്നെ +2 ഒരു 88% മാർക്കൊക്കെ വാങ്ങിച്ച് പാസ്സായി. അതായത് ഒരു ഗവൺമെൻറ് ജോലി ലക്ഷ്യമാക്കി പഠിച്ച് വന്ന, അല്ലെങ്കിൽ ബിസിനസ് ആയാലും അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യട്ടെ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. അതായത് ഇതൊരു സഡൻ ഡിസിഷനാണ്, കൈ കുറച്ച് മുറിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഡിസിഷനൊക്കെ എടുക്കും മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് ദൈവങ്ങളോട് ചോദിക്കും പോലെ ചോദിച്ചതിന് ശേഷമാണ് ഇത്തരം ഡിസിഷൻ എടുക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ കുളിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോയി നമ്മൾ നാരായണി എഴുതാൻ വേണ്ടി. അപ്പം നാളെ കുളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നാരായണി എഴുതണതിന് മുന്നേ ആയിട്ട് ഈ ചോദ്യം കൂടി ഒന്ന് ചോദിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ താല്പര്യമില്ല PSC വഴി ഗവൺമെൻറ് ജോലി കിട്ടി അങ്ങനെ പോയി ഇരുന്ന് ഒരു ജോലി ചെയ്യണതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ സ്വപ്നം എന്നൊക്കെ പറയണത് ഒരു ഫാൻസി തുണിക്കട, ബൊട്ടീക്ക്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഡ്രസ്സിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക, യൂട്യൂബ് ചാനൽ. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ യൂട്യൂബ് ചാനൽ തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു എമൗണ്ട് എൻ്റെ കയ്യിലില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും സക്സസ് ആവുമെന്നുള്ള ഒരു സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തെ കാര്യം, ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് പയറ്റി നോക്കിയതാണ്, അത് സക്സസ് ആയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു, മുഖം കാണിച്ചല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, എന്നിട്ട് അത് സക്സസ് ആയിട്ടില്ല. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഗവൺമെൻറ് ജോലി കിട്ടിയ മാസം 40,000-40,000 രൂപ LDCക്ക് പോലും ഉണ്ട്. പിന്നെ ചുമ്മാ ഇരുന്നങ്ങ് പഠിച്ചാൽ മതി ജോലി. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെയോ മറ്റന്നാളോ കൺഫേം ചെയ്ത് പറയാം പഠിക്കണുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്നിട്ട് പഠിക്കണ രീതിയൊക്കെ ഞാനും കൂടെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ ഇതിൽ വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എൻ്റെ വേറെ 1-2 ചാനലുണ്ട്, 10,800 സബ്സ്ക്രൈബേഴ്സ് ആവാറായ ചാനലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അങ്ങോട്ടൊരു ഹോപ്പില്ല. സക്സസ് ആയേക്കാം ഭാവിയിൽ, മേ ബി ഞാനും അത് മുൻകൂട്ടി കാണുന്നുണ്ട് ചില കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വരുമാനം വേണമെങ്കിൽ ഞാൻ ഗവൺമെൻറ് ജോലി തന്നെ നേടേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ എന്താണ്, ഞാൻ PSC ആണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഇങ്ങനെ വ്ളോഗ്സ് പോലെയോ കാര്യങ്ങളോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. 2 ദിവസത്തിനകത്ത്, മിക്കവാറും നാളെ തന്നെ ഞാൻ തീരുമാനിക്കും PSC വേണോ വേണ്ടതെന്ന്. അപ്പോൾ അത് വേണം എന്നാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു 3-4 മാസത്തേക്ക് ഞാൻ ബിസിയാണ്. കാരണം ബ്രദർ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോണ്ട്, VFA എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്യണോണ്ട്, അവൻ അത്യാവശ്യം ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ ഞാൻ കൂടിയേ തീരുള്ളൂ. ചേച്ചിയുണ്ട്, പക്ഷേ ഞങ്ങൾ 3 പേരും ഓരോ ദിവസം ഡിവൈഡ് ചെയ്താണ് ചെയ്യണം. ഒരു ദിവസം അവൻ, ഒരു ദിവസം ഞാൻ, ഒരു ദിവസം ചേച്ചി. അല്ലാതെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും നടക്കില്ല. ഫുൾ കൈ സഹായം വേണം. സഹായം ചെയ്താൽ മാത്രമേ അമ്മയ്ക്ക് പൊടിയിടാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ കാപ്പി ഉണ്ടാക്കും, ബാക്കി നമ്മൾ ചെയ്യണം കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഒരു 3-4 മാസത്തേക്ക് എനിക്ക് അടുക്കള ജോലിയും ചെയ്യേണ്ടി വരും, അതിൻ്റെ കൂടെ പഠിത്തവും കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൂടുതൽ സമയം എനിക്ക് പഠിത്തത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു 6-7 മാസം അല്ല, അതിൽ കൂടുതൽ
ഉണ്ടാവും ഈ DC എക്സാമിന്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒന്ന് പഠിച്ച് നോക്കിയാലോ എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ വേണമെന്നുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും PSCക്ക് ട്രൈ ചെയ്യണുണ്ട്, ഒരു മോട്ടിവേഷൻ വേണം, അതായത് വീട്ടിൽ ഇരുന്ന് പഠിക്കണം ആരെങ്കിലും ഉണ്ട്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോയി പഠിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണ രീതിയിൽ വീഡിയോസ് കാണിക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ്. നോക്കാം. ഇലയപ്പം ഉണ്ടാക്കി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്തിട്ട് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തില്ല. ചക്കയപ്പം മാത്രം, അതായത് ശർക്കര ഉരുക്കുക, അതിൽ കുറച്ച് നെയ്യ്, ശർക്കര ഉരുക്കി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരിക്കണമെന്നുള്ളവർക്ക് അരിക്കാം, ഇല്ലാത്തവർക്ക് അരിക്കണ്ട. അതിനെടുക്കുക, അതിൽ കുറച്ച് അവലിടുക, മിക്സ് ചെയ്യുക, തേങ്ങ ഇടുക, മിക്സ് ചെയ്യുക, പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചെടുക്കുക. കൂടുതൽ ഏലക്ക പൊടിക്കുക, ഒരു 10-15 എണ്ണമെങ്കിലും പൊടിക്കുക, 10 എണ്ണമെങ്കിലും മിനിമം പൊടിക്കുക. അതിനെയും കൂടെ ഇതിന് തട്ടി കൊടുക്കുക. 1 സ്പൂണോ 2 സ്പൂണോ നെയ്യ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇലയപ്പത്തിൻ്റെ മാവ് ഉപ്പിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചതിന് ശേഷം ഇലയിൽ പരത്തിയതിന് ശേഷം ഇതിനെ വെച്ച് കൊടുക്കുക. ഇനി ചക്കയപ്പമാണെങ്കിൽ സെയിം, അവലും തേങ്ങ, അതിൽ അവലും ഇടണമെന്നില്ല, തേങ്ങ കുറവാണെങ്കിൽ മാത്രം അവലിട്ടാൽ മതി. അവലും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. നെയ്യ്, ശർക്കര, ഏലക്ക എല്ലാം ഇട്ടതിന് ശേഷം മാവിൽ കൂടെ ചക്ക വേണമെങ്കിൽ കുറച്ച് ഗോതമ്പ് മാവും കൂടെ ആഡ് ചെയ്യാം. അതിൽ ചക്കയും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ശർക്കര, തേങ്ങ, നെയ്യ്, ഏലക്ക എല്ലാം കൂടി വെച്ചേക്കുന്ന സാധനത്തിനെയും കൂടെ ഇതിലിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇലയിൽ ജസ്റ്റ് പരത്തി ആവി പാത്രത്തിൽ കയറ്റി വെച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇലയപ്പം വയ്ക്കും പോലെ മാവ് പരത്തിയതിന് ശേഷം ഈ അവിൽ, ശർക്കര, തേങ്ങ എല്ലാം കൂടെ ചക്കയും മാവും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അതിലേക്ക് അതിനെ പരത്തിയിട്ട് അതിൽ വേണമെങ്കിൽ ഈ തേങ്ങ, അവിൽ, ശർക്കര ഉരുക്കിയതെല്ലാം കൂടെ ജസ്റ്റ് സ്പൂൺ വെച്ച് കോരി വെച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചക്കയും കൂടി ശർക്കര അവിൽ അതിലെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അരിമാവ് മാത്രം പരത്തിയിട്ട് അതിലൊരു ജസ്റ്റ് സ്റ്റഫ് ചെയ്ത് വെക്കും പോലെ ഇതിനെ വെച്ച് എടുക്കാവുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കണു. വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചക്കയപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചക്കയും അരിമാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണം. എന്നിട്ട് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ അതിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കഴിച്ചാൽ മതി. ഒന്നുമില്ല, എല്ലാം ഈവനായിട്ടിരിക്കും ഏകദേശം. അപ്പോൾ അത് കഴിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളാക്കി നിർത്താൻ നോക്കാം. ഇനി അധികം സ്റ്റോറേജ് ഇല്ല ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ.